അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേന്നം മദ്രസ 5ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠത്തിൻ്റെ മോഡൽ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അതാണ് പാഠം. അതിലെ 1ാമത്തെ ചോദ്യം, കമ്മിൽ അൽ ഹിവാർ ബൈന സ്വദീഖൈനി, 2 കൂട്ടുകാർക്കിടയിലുള്ള സംഭാഷണം പൂർണ്ണമാക്കുക. മാജിദും പിന്നെ വാലിദും, അവൻ്റെ ഉപ്പയും. മാജിദ് ഡാഷ് യാ വാലിദ്, ഉപ്പ ഡാഷ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, കാരണം 2ാമത്തെ വാലിദ് മറുപടി പറയുന്നത് വഅലൈക്കും ഡാഷ് എന്നാണ്. അപ്പോൾ ആദ്യം അസ്സലാമു അലൈക്കും എന്ന് എഴുതേണ്ടത്, പിന്നെ മറുപടി വഅലൈക്കും അസ്സലാം. എന്നിട്ട് മാജിദ് പറയാണ് അന തഅബാനുൻ ജിദ്ദ, ഉപ്പ ഞാൻ വളരെ ക്ഷീണിതനാണ്. അപ്പോൾ വാലിദ് ഡാഷ് അസ്വാബക്ക, നിനക്ക് പറ്റിയത്, നിനക്ക് ബാധിച്ചത് ഡാഷ്. അവിടെ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ മാത എന്നാണ് എഴുതേണ്ടത്. സംഭാഷണം പഠിക്കുമ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ വാക്കുകൾ മാത, മത്ത, മൻ, കൈഫ, ഐന, മിൻ ഐന, ഇല ഐന, ഹൽ എന്നുള്ള വാക്കൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇവിടെ മാത എന്നാണ്. മാത അസ്വാബക്ക, നിനക്കെന്താണ് പറ്റിയത്. അപ്പം മാജിദ് അസ്വാബനി, എനിക്ക് പറ്റിയത് എന്തെങ്കിലും എഴുതുക. അൽ ഹുമ്മ എന്നോ പനി എന്നോ അല്ലെങ്കിൽ അലമുർ റസ്, തലവേദന എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഒരു അസുഖമാണ് അവിടെ എഴുതേണ്ടത്. അസ്വാബനി എന്ന് എഴുതണം, എനിക്ക് ബാധിച്ചത് എന്ന് പറഞ്ഞിട്ട്. ഇനി അസ്വാബനി എന്ന് എഴുതിയിട്ടില്ലെങ്കിലും ഒരു രോഗത്തിൻ്റെ പേര് അവിടെ എഴുതിയാൽ മതി. വാലിദ് നദ്ഹബു ഇലാ ഡാഷ്, എന്നാൽ നദ്ഹബു നമുക്ക് പോകാം, ഇലാ ഡാഷ്. അസുഖം വന്നാൽ എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? ഇലൽ മുസ്തഷ്ഫ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. മാജിദ് ഡാഷ്, അപ്പോൾ വാലിദ് ലാസ്റ്റ് അഫ്വൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ ചേർക്കേണ്ടത്? അഫ്വൻ എന്ന് പറയുന്നതിന് മുമ്പ് പിന്നെ ശുക്രൻ എന്ന് ചേർക്കണം. 2ാമത്തെ ചോദ്യം, ഇക്തഷിഫ് മിനൽ മുറബ്ബ, ചതുരത്തിൽ നിന്ന് കണ്ടെത്താനാണ്. അർ ഇസു ഫീഹി, തല, ഫീഹി അതിലുണ്ട് ഡാഷ്. അപ്പോൾ തലയിൽ എന്താണോ അത് അവിടെ എഴുതണം. ഫിൽ വജിഹി മുഖത്തുണ്ട്. അൽ അത്റാഫ് പറഞ്ഞ അറ്റങ്ങൾ, സൂറത്തുൻ പറഞ്ഞ ചിത്രം, കദമുൻ കാല്. അപ്പോൾ യോജിച്ചത് അവിടെ എഴുതുക. ചതുരത്തിൽ കൊടുത്തിരിക്കുന്നത് അൽ യദു വരിജലു, കയ്യും കാലും. കബീറത്തുൻ വലുതാകുന്നു. ഐനാനി എന്ന് പറഞ്ഞാൽ 2 കണ്ണുകൾ. അസാബ്യോ എന്ന് പറഞ്ഞാൽ വിരലുകൾ. അഷറു എന്ന് പറഞ്ഞാൽ മുടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. 3ാമത്തെ ചോദ്യം, ഇഖ്തർ അഷാദ് മിനൽ മജ്മൂഇ, കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കാനാണ്. 1 ജിദാറുൻ, അൻഫുൻ, ലിസാനുൻ, ഫമുൻ. ഇതിന് 3 എണ്ണം നമുക്കറിയാം ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. 1 വേറൊരു വസ്തുവാണ്. ജിദാർ ചുമര്. അപ്പോൾ ജിദാറാണ് ഒറ്റപ്പെട്ടത്. ബാക്കിയൊക്കെ അൻഫ് മൂക്ക്, ലിസാന് നാവ്, ഫമ് വായ. 2ാമത്തെ ഇലാഹുൻ വാലിദുൻ ഖാലിഖുൻ റഹ്മാനുൻ. ഇത് ശരിക്കും നോക്കുമ്പോൾ തന്നെ അറിയാം 3 എണ്ണം അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഇലാഹ്, ഖാലിഖ്, റഹ്മാൻ. അപ്പോൾ വാലിദ് എന്നതാണ് ഇതിൽ ഒറ്റപ്പെട്ടത്, ഉപ്പ എന്നത്. 3ാമത്തത് ഐനുൻ, അൻഫുൻ, ഫമുൻ, ഹമുൻ. ഇവിടെ 3 എണ്ണം ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, 1 വേറെയാണ്. അത് ഐനുൻ, അൻഫുൻ, ഫമുൻ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഹമുൻ എന്നുള്ളത് പേരക്കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഒറ്റപ്പെട്ടത്. 4ാമത്തത് ബിറുൻ, നെഹ്റുൻ, തൊയ്റുൻ, ബഹ്റുൻ. ഇതിൽ പിന്നെ 3 എണ്ണം വെള്ളത്തിൻ്റെ സ്രോതസ്സുകളാണ്. ബിർ കിണർ, നെഹ്ർ പുഴ, അതുപോലെ ബഹ്ർ കടൽ. ഒറ്റപ്പെട്ടത് തൊയ്റുൻ എന്നാണ്, പക്ഷി എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഇത് ശരിക്കും പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കുക. വീഡിയോകളൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ തുടർച്ചയായിട്ടുള്ള വീഡിയോ കിട്ടാൻ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.